ഹായ്, എല്ലാവർക്കും നമസ്കാരം. അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തിന് നമ്മളുടെ ഭാരതത്തിൻ്റെ ആയുധങ്ങൾ വേണമെന്ന് ഇപ്പോഴൊരു താല്പര്യം തോന്നി തുടങ്ങിയിട്ടുണ്ട്. അസർബൈജാനും അർമീനിയും തമ്മിൽ കുറേ നാളായിട്ട് അതിർത്തി തർക്കങ്ങളും രൂക്ഷമായിട്ടുള്ള പോരാട്ടങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ്. അപ്പോൾ നമ്മൾ അർമീനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒപ്പമാണ് നിൽക്കുന്നത് ഭാരതം. നമ്മളവർക്ക് പലതരത്തിലുള്ള സഹായങ്ങൾ നൽകുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആയുധ വ്യാപാരങ്ങളാണ്. അർമീനിയയ്ക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നത് അർമീനിയ എന്ന് പറയുന്ന രാജ്യമാണ്. അപ്പോൾ അസർബൈജാന് ഇത്രയും നാളും ഇന്ത്യയുടെ ആയുധങ്ങൾ കൊള്ളത്തില്ല, വളരെ യൂസ്ലെസ് ആണെന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന രാജ്യമാണ്. ഈ അടുത്ത സമയത്ത് ഇന്ത്യയുടെ ആയുധങ്ങൾ വേണമെന്ന് ഒരു മൂന്നാമതൊരു രാജ്യം ഇടനിലക്കാരനായിട്ട് നിർത്തിക്കൊണ്ട്, മൂന്നാമത്തെ രാജ്യം ഏതാണെന്നും കൃത്യമായിട്ടുള്ള നമുക്കറിവില്ല, ഇന്ത്യയായിട്ട് വളരെ അടുത്ത സൗഹൃദമുള്ളൊരു രാജ്യമാണെന്ന് പറയുന്നുണ്ട്. ഒരുപക്ഷെ ഇസ്രായേൽ ആണെന്നൊരു സംശയമുണ്ട്. എന്നാലും ഒരു മൂന്നാമതൊരു രാജ്യത്തിനെ ഇടനിലർത്തിക്കൊണ്ട് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങിയാൽ കൊള്ളാമെന്നുള്ളൊരു ആഗ്രഹം അസർബൈജാൻ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇന്ത്യ അത് വളരെ സൗഹൃദപൂർവ്വം നിരസിക്കുകയും ചെയ്തു. ആ വന്ന രാജ്യത്തിനോട് പറഞ്ഞു, കാരണം ഏതെങ്കിലുമൊക്കെയുള്ള രാജ്യമായിട്ടുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ ഞങ്ങൾക്ക് സ്ഥാപിച്ചെടുക്കാനോ അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ കൂടുതൽ ബന്ധപ്പെടുത്താനോ ഒക്കെ മൂന്നാമത് രാജ്യത്തിൻ്റെ ആവശ്യമില്ല എന്നും പറഞ്ഞ് നമ്മൾ ആ ഒരു ഓഫർ നിരസിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അത് ഇന്ത്യയുടെ നമ്മളുടെ ഫോറിൻ പോളിസി അങ്ങനെയാണ്. തീർച്ചയായിട്ടും മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കുന്നതിൽ മൂന്നാമത് രാജ്യത്തിൻ്റെ ആവശ്യം നമുക്കില്ല, കാരണം അത് ഇന്ത്യയുടെ കാര്യമാണ്. അപ്പോൾ ഈ അസർബൈജാന് ഇപ്പോൾ ഇങ്ങനൊരു മനസ്സിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു തീരുമാനത്തിന് വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2023 അർമീനിയയും അസർബൈജാൻ തമ്മിൽ പൊരിഞ്ഞടിയുണ്ടായിരുന്നു. ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിനകത്തിൽ ആ യുദ്ധത്തിൽ അർമീനിയയുടെ കയ്യിൽ നിന്നും അസർബൈജാന് ചില ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ അർമീനിയക്ക് ആയുധങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് രാജ്യങ്ങളാണ് ടർക്കിയും ഇസ്രായേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിനകത്തിലെ വൈരുദ്ധ്യങ്ങൾ നമ്മൾ കാണുന്നത്, നമ്മൾ ആയുധങ്ങൾ കൊടുക്കുന്നത് അർമീനിയക്കാണ്, ഇസ്രായേൽ ആയുധങ്ങൾ കൊടുക്കുന്നത് അസർബൈജാനാണ്. അതുപോലെ പാകിസ്ഥാന്, ടർക്കി, ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെയാണ് അസർബൈജാനെ സഹായിക്കുന്നത്. അർമീനിയ സഹായിക്കുന്നത് ഇന്ത്യ, പിന്നെ ഗ്രീസ്, ഫ്രാൻസ്, അതുപോലെ തന്നെയുള്ള പാശ്ചാത്യ ചില രാജ്യങ്ങളൊക്കെ അർമീനിയ സഹായിക്കുന്നുണ്ട്. അതുപോലെ ഇറാൻ സഹായിക്കുന്നത് അർമീനിയാണ്. അപ്പോൾ ഇതിനകത്തിലെ വൈരുദ്ധ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അസർബൈജാൻ ഒരു ഷിയ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്, ഇറാൻ ഷിയ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള രാജ്യമാണ്. പക്ഷേ അസർബൈജാനും ഇറാനും തമ്മിൽ നല്ല സുഖത്തിലല്ല. ഇറാൻ്റെ ശത്രു രാജ്യമായിട്ടുള്ള ഇസ്രായേൽ സഹായിക്കുന്നത് അസർബൈജാനെയാണ്, ഇറാൻ സഹായിക്കുന്നത് അർമീനിയാണ്. അർമീനിയ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഉള്ളൊരു രാജ്യമാണ്. അപ്പോൾ ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റി ഉള്ള രാജ്യത്തെ സഹായിക്കുന്നത് ഇറാനും ഇന്ത്യ, അതുപോലെ തന്നെ മറ്റു പല രാജ്യങ്ങളും, ഇപ്പം പറഞ്ഞ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഫ്രാൻസും ഗ്രീസും ഒക്കെ അതിലൊക്കെ ഒത്തിരി മുൻപിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഇസ്രായേലും ടർക്കി, പാകിസ്ഥാൻ, ഈ പറഞ്ഞ രാജ്യങ്ങൾ അസർബൈജാനാണ് സഹായിക്കുന്നത്. അപ്പോൾ അർമീനിയ നമ്മുടെ ഏറ്റവും വലിയൊരു ആയുധം വാങ്ങുന്നൊരു രാജ്യമാണ്. അപ്പോൾ നമ്മളുടെ 100ഓളം രാജ്യങ്ങളിലേക്ക് നമ്മൾ ആയുധങ്ങൾ എന്ന് പറയുമ്പം പലതരത്തിലുള്ള ഡിഫൻസ് പ്രോഡക്ട്സ് നമ്മൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുകയും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള റിലേഷൻ ഉള്ളത് അർമീനിയായിട്ടാണ് നമുക്ക്. അപ്പം നമ്മുടെ പിനാക്ക് റോക്കറ്റ് ലോഞ്ചേഴ്സ്, അതുപോലെ തന്നെ ആകാശ് മിസൈൽസ്, ഇതെല്ലാം അർമീനിയ വളരെയധികം വാങ്ങിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ ഈ അസർബൈജാൻ്റെ ഏറ്റവും വലിയ ഇപ്പോഴത്തെ കൺസേൺ അല്ലെങ്കിൽ ആശങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷത്തെ യുദ്ധത്തിന് ശേഷം ഈ അർമീനിയ അവരെ കൂടുതൽ ആയുധങ്ങൾ വാങ്ങി ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിൽ നിന്ന്. അപ്പം അസർബൈജാൻ പ്രസിഡന്റ് പല രാജ്യങ്ങളോടും, പ്രത്യേകിച്ച് അർമീനിയ സഹായിക്കുന്ന ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളോടും അർമീനിയക്ക് ആയുധങ്ങൾ കൊടുക്കരുത്, കാരണം അസർബൈജാൻ്റെ നാഷണൽ സെക്യൂരിറ്റിക്ക് അതൊരു ത്രെട്ടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അർമീനിയ ഒത്തിരി ആയുധങ്ങൾ മേടിച്ച് കൂട്ടുന്നുണ്ട് ഇനിയും. കാരണം കഴിഞ്ഞ വർഷം അവർക്ക് യുദ്ധത്തിലുണ്ടായിട്ടുള്ള നഷ്ടത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയായിരിക്കും അർമീനിയ അവരെ കൂടുതൽ ആയുധവൽക്കരിക്കപ്പെടുന്നത്. അത് അവരുടെ രാജ്യത്തിൻ്റെ പ്രശ്നം. അപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് അവർ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങിക്കുന്നത്. പിന്നെ ഇറാൻ സഹായിക്കുന്നുണ്ട്, മറ്റു പല രാജ്യങ്ങൾ സഹായിക്കുന്നുണ്ട്. അപ്പം ജിയോ പൊളിറ്റിക്സിൽ നമുക്ക് എപ്പോഴും ഇതുപോലുള്ള കോൺട്രഡിക്ഷൻസ് കാണാൻ സാധിക്കും.
ഇപ്പോൾ ഇന്ത്യ ഇസ്രായേലും തമ്മിൽ നല്ല ബന്ധങ്ങളാണ്. പക്ഷേ ഇന്ത്യ ഇസ്രായേലും ഈ പറഞ്ഞൊരു രണ്ട് രാജ്യങ്ങളെ വ്യത്യസ്തമായാണ് സഹായിക്കുന്നത്. കാരണം ഇസ്രായേൽ അസർബൈജാനൊപ്പവും ഈ ഇന്ത്യ അർമീനിയക്കൊപ്പമാണ്. അതുപോലെ തന്നെ ഇസ്രായേൽ പാകിസ്ഥാൻ ബന്ധങ്ങൾ, പക്ഷേ അവർ രണ്ടും ഒരുമിച്ച് അസർബൈജാനെ സഹായിക്കുന്നുണ്ട്. ഇസ്രായേൽ ടർക്കി ഒരുമിച്ച് അസർബൈജാനെ സഹായിക്കുന്നു. ടർക്കിയാണ് ഏറ്റവും കൂടുതൽ, ടർക്കിയും ഇസ്രായേലുമാണ് ഏറ്റവും കൂടുതൽ അസർബൈജാനെ സഹായിക്കുന്നത്, പ്രത്യേകിച്ച് ആയുധങ്ങൾ കൊടുക്കുന്നതിൽ. അപ്പോൾ 2016 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ പിന്നെ അസർബൈജാൻ 70% അവരുടെ ആയുധങ്ങൾ വാങ്ങിയത് ഇസ്രായേലിൽ നിന്നാണെന്നുള്ള റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്രായേലിന് ഇതിനകത്തിലുള്ള താല്പര്യം എന്താണ്? അസർബൈജാനിലുള്ള താല്പര്യം. ഇസ്രായേൽ പണ്ട് പറഞ്ഞാൽ കുറച്ചു കാലത്തിന് മുമ്പ്, പ്രത്യേകിച്ച് 1990 കാലഘട്ടം വരെയൊക്കെ പറഞ്ഞാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരെ വിഭവങ്ങൾ അവർക്ക് വളരെ റിസോഴ്സ് റിച്ച് ആയിരുന്നില്ല, റിസോഴ്സ് പൂർ ആയിരുന്നു ശരിക്കും, പ്രത്യേകിച്ച് ഓയിൽ, ഗ്യാസ്, ഇതുപോലുള്ള റിസോഴ്സസ്. അപ്പോൾ മെഡിറ്ററേനിയൻ കോസ്റ്റിൽ ഇസ്രായേൽ ഒരു ഗ്യാസ് ഫീൽഡ്, ഇസ്രായേൽ അത് പല രാജ്യങ്ങൾക്കും, ഇസ്രായേൽ, സിറിയ, ടർക്കി ഇതുപോലുള്ള പല രാജ്യങ്ങൾക്കും, സൈപ്രസ്, ഈ പലസ്തീൻ ഇതുപോലുള്ള രാജ്യങ്ങൾക്കെല്ലാം തന്നെ വളരെ ഗുണകരമാകുന്ന ഒരു മെഡിറ്ററേനിയൻ കോസ്റ്റിൽ, മെഡിറ്ററേനിയൻ കടൽ തീരത്ത് വലിയ ഗ്യാസിൻ്റെ നിക്ഷേപങ്ങൾ കണ്ടുപിടിക്കുകയുണ്ട്. അപ്പോൾ അതിനുശേഷം ഇസ്രായേലിന് ആ ഒരു പ്രശ്നത്തിൽ പിന്നെ ഒരു പരിഹാരം കാണുവാനൊക്കെ സാധിച്ച് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഈ അസർബൈജാനിൽ നിന്നും ഈ ഓയിൽ വാങ്ങിക്കുന്ന ഒരു രാജ്യം ഇസ്രായേലാണ്. ഓയിൽ വാങ്ങിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ 40% വരുന്ന ഓയിൽ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്ന അസർബൈജാൻ എന്നുള്ള ഓയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇസ്രായേലിന് ആ ഒരു ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പ്രധാന കാരണമാണ്. അപ്പോൾ അത് ടർക്കിയിൽ കൂടാണത് ഈ അസർബൈജാൻ്റെ ഓയിൽ ഇസ്രായേലിലേക്ക് എത്തുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അത് ടർക്കിയെ സംബന്ധിച്ചും വലിയൊരു പ്രധാനപ്പെട്ട ഒരു സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. കാരണം അതൊരു ട്രാൻസിറ്റ് ആണെങ്കിൽ തന്നെയും ടർക്കിയിൽ കൂടാണ് ഈ പറഞ്ഞ ഓയിൽ പൈപ്പ് ലൈൻ ഇസ്രായേലിലേക്ക് ഓയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ അസർബൈജാനിൽ നിന്നും ഉള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇസ്രായേലിനും അവരുടെ ഓയിൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ റിസോഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്, അപ്പം അസർബൈജാനെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ളൊരു ലക്ഷ്യമാണ്. അപ്പം ടർക്കിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ടർക്കിയുടെ സാമ്പത്തിക ഒരു റിസോഴ്സ്, അപ്പം ട്രാൻസിറ്റ് എന്ന് പറയും, ഇപ്പം നമ്മൾ രാജ്യത്തൂടെ ഇപ്പോൾ ഓയിൽ പൈപ്പ് ലൈനോ അല്ലെങ്കിൽ ഗ്യാസ് പൈപ്പ് ലൈനോ ഒക്കെ പോവുകയാണെങ്കിൽ ആ രാജ്യത്ത് നമുക്ക് ട്രാൻസിറ്റ് എന്ന് പറയാൻ പറ്റും, മറ്റൊരു രാജ്യത്തിൽ നിന്നുള്ള ഓയിൽ പൈപ്പ് ലൈന്. അപ്പം ആ ട്രാൻസിറ്റ് ഫീസൊക്കെ ആ രാജ്യത്തിന് ഒരു വർഷം കിട്ടുന്നത് വളരെ വലിയൊരു തുകയായിരിക്കും. അപ്പം ടർക്കിയെ സംബന്ധിച്ച് അവർക്ക് അസർബൈജാനിൽ നിന്ന് ഓയിൽ കിട്ടുന്നുണ്ടോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ട്രാൻസിറ്റ് ഒരു ഹബ്ബാണ് അവർ. അപ്പം ടർക്കിയെ സംബന്ധിച്ചും സാമ്പത്തികമായിട്ട് വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രാജ്യങ്ങൾ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്, സാമ്പത്തിക ഇക്കണോമിക് ആയിട്ടുള്ള റീസൺസ് കൊണ്ടാണ്. പാകിസ്ഥാൻ എന്തുകൊണ്ട് അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ ടർക്കിയുമായിട്ടുള്ള റിലേഷൻസിൻ്റെ ബേസിലായിരിക്കാം പാകിസ്ഥാൻ അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ ഇന്ത്യ ഓപ്പോസിറ്റ് ക്യാമ്പിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ കണക്കിലെടുത്തായിരിക്കാം. പിന്നെ ഇറാൻ അർമീനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇറാൻ അർമീനിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാരണം കണക്കിലെടുത്തായിരിക്കാം പാകിസ്ഥാനും ടർക്കിയും ഇവിടെ കൂടെ വന്നിട്ട് അസർബൈജാനെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഇത്രയും ആണ് അവിടുത്തെ ജിയോ പൊളിറ്റിക്കൽ ഒരു സെനറിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെനറിയുടെ അടിസ്ഥാനത്തിലാണ് അസർബൈജാൻ്റെ പ്രസിഡന്റ് അല്ലെങ്കിൽ അസർബൈജാൻ എന്ന രാജ്യം ഇന്ത്യയോട് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് നടത്തിയത്. കാരണം അവർക്ക് ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഈ ആഗ്രഹം എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അങ്ങനെ ആയുധങ്ങൾ അവർ അർമീനിയേക്കാൾ കൂടുതൽ ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട്, അപ്പം ഇന്ത്യ അർമീനിയക്ക് കൊടുക്കുന്ന ഒരു ആയുധ വ്യാപാരം നമ്മൾ കുറയ്ക്കുകയോ അല്ലെങ്കിൽ ഇല്ലാതാക്കുകയോ ഒക്കെ ചെയ്യുക എന്നുള്ളൊരു പക്ഷേ ലക്ഷ്യമായിരിക്കും അതിൻ്റെ പിന്നിലുള്ളത്. അപ്പോൾ അതിൽ ഇടപെട്ട മൂന്നാമത്തെ രാജ്യം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി അറിവില്ല. പക്ഷേ ഇന്ത്യയുമായിട്ട് വളരെ സൗഹൃദം പങ്കുവയ്ക്കുന്ന ഒരു രാജ്യമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ടർക്കി ആയിരിക്കത്തില്ല, പാകിസ്ഥാൻ ആയിരിക്കത്തില്ല, പിന്നെ അത് ഇസ്രായേൽ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ എന്നാലും ഇന്ത്യ ആ ഒരു ഓഫർ നിരസിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യ വളരെ സ്ട്രേറ്റ് ഫോർവേഡായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മളുടെ ഉഭയകക്ഷി ബന്ധങ്ങൾ തീരുമാനിക്കുന്നത് നമ്മളുടെ മാത്രം തീരുമാനമായിരിക്കും, അതിനകത്ത് മൂന്നാമതൊരു രാജ്യം ഇടപെടേണ്ട ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞതിന് നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമ്മളതിനെ ആ റിക്വസ്റ്റിനെ അല്ലെങ്കിൽ ആ ഓഫറിനെ നമ്മൾ ഡിനൈ ചെയ്തിട്ടാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ അർമീനിയ
അസർബൈജാൻ തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു ജിയോ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം അസർബൈജാനെ ക്ലിയർ കട്ടായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് ടർക്കിയും ഇസ്രായേലുമാണ്. കാരണം അവരുടെ രണ്ടുപേരുടെയും ഡയറക്റ്റായിട്ടുള്ള സാമ്പത്തിക ഇക്കണോമിക് ഇൻട്രസ്റ്റ് അതിനകത്തിൽ ഇൻവോൾവ് ആണ്. അസർബൈജാനെ അർമീനിയെ സംബന്ധിച്ച് അവരുടെ ടെറിട്ടറിയുടെ ഭാഗമാണ്. കാരണം 2023 സെപ്റ്റംബർ ഒക്ടോബറിൽ വളരെ രൂക്ഷമായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ യുദ്ധം ഈ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടാകുകയും അസർബൈജാന് ഒരു ഭൂപ്രദേശം അർമീനിയയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു, റീഗെയിൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ അത് ഇസ്രായേൽ അവർക്ക് കൊടുത്ത ആയുധത്തിൻ്റെ ബലത്തിലാണ് അസർബൈജാൻ ആ ഒരു അർമീനിയയിൽ നിന്ന് ആ ഭൂപ്രദേശം തിരിച്ചു പിടിക്കാൻ സാധിച്ചത് എന്നുള്ളതും റിപ്പോർട്ടുകൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അർമീനിയ തീർച്ചയായിട്ടും ഭാവിയിൽ അസർബൈജാനുമായിട്ട് ഒരു കോൺഫ്ലിക്റ്റിന് തയ്യാറാവുകയും അല്ലെങ്കിൽ അവർക്ക് അതിനു വേണ്ടിയുള്ള ആയുധശേഖരങ്ങൾ വൻതോതിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടുകൾ അസർബൈജാൻ ഇപ്പം കൺസേൺ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യയെ അവർ അർമീനിയക്ക് ആയുധങ്ങൾ കൊടുക്കുന്നതിൽ നിന്നും നിരുത്സാഹപ്പെടുത്തുന്നതിന് വേണ്ടിയായിരിക്കും പക്ഷേ ഇങ്ങനൊരു പർച്ചേസിങ് ഓർഡറിൻ്റെ ഓഫറുമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നത്. എന്തുവരെ ഇന്ത്യക്ക് ഇന്ത്യയുടെ കാര്യം, അസർബൈജാൻ്റെ കാര്യം. അത്രേ ഉള്ളൂ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.